ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വി എഫ് എയുടെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വി എഫ് എയുടെ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ മിസ്സാക്കരുത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. കാരണം ഓരോന്നിലും അതായത് ഓരോ ടോപ്പിക്സും ഓരോ പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ പോയിന്റ്സും നിങ്ങൾ മിസ്സാക്കാതെ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ക്ലാസ്സുകൾ മിസ്സാക്കരുത്. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ VFA എന്നുള്ള പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ LDC LGSന്റെ ബാച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2027 LDC LGS ബൂസ്റ്റർ. ഈ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്ന വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ബാച്ച് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് SCRT ബൂസ്റ്റർ മാത്രം ക്ലാസ് തുടങ്ങുമെന്ന് ചോദിച്ചിട്ട് SCRT ബൂസ്റ്റർ മാത്രം ഒരു കോഴ്സായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് ഓരോ ചാപ്റ്ററും നമ്മൾ റെഫർ ചെയ്ത് അതിൽ നിന്നും PSC ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് മാത്രം സെലക്ട് ചെയ്ത് ഓരോ ക്ലാസ്സുകളാണ്. അതിൽ 30 ക്ലാസ്സുകളും ന്യൂ SCRT മാത്രമാണ്. 30 ക്ലാസ്സുകൾ ന്യൂ SCRT, 5 ക്ലാസ് ഓൾഡ് SCRTയും 5 ക്ലാസ് NCRT, ഇങ്ങനെ 40 ക്ലാസ്സസ് ആണ് വരുന്നത്. അപ്പോൾ ഫീസിന്റെ കാര്യമൊക്കെ ഈ നമ്പറിൽ ചോദിച്ചറിയാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ മെസ്സേജ് അയച്ച ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് അധികം ഒന്നും പറയാം, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പഠിച്ചെടുത്താൽ മാത്രം പോരാ, റിവിഷൻ ചെയ്യുക. ഇതിൻ്റെ ഒക്കെ കൂടെ നല്ല രീതിയിൽ റിവിഷൻ മുന്നോട്ട് പോട്ടെ. ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൊണ്ടുപോയി തെറ്റിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യാം കേട്ടോ. റിവിഷൻ മിസ്സാക്കരുത്. പിന്നെ മാത്സിന്റെ കാര്യം ഞാൻ പറയാറുണ്ട്, മാത്സ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. മാത്സ് ഒന്നും കണ്ടു പഠിക്കരുത്, മാത്സ് വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. മാത്സിലൊക്കെയാണ് പലരും പ്രോബ്ലംസ് പറയുന്നത്. മാത്സ് ആണെങ്കിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇംഗ്ലീഷ് മലയാളമൊക്കെ ആണെങ്കിൽ മാക്സിമം PYQ വർക്കൗട്ട് ചെയ്യുക. മാക്സിമം PYQ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തുകൊണ്ടിരിക്കുക. എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് മലയാളത്തിൽ അത് മറക്കരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആണ്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ചറിയാം. അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ചോദ്യം നോക്കാം. ഒരു അവസാദശിലയ്ക്ക് ഉദാഹരണം. ഇതിലേതാണ് അവസാദശില? അവസാദശിലയ്ക്ക് ഉദാഹരണം ഈ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ്? ഇതിൽ കൽക്കരിയാണ് അല്ലെ? കൽക്കരിയാണ് അവസാദശില. ബാക്കി ആഗ്നേയശിലകളാണ് അല്ലെ? ഇതാണ് അവസാദശില. കൽക്കരിയാണ് അവസാദശില കേട്ടോ. കൽക്കരി അവസാദശിലയാണ്. ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഗാബ്രോ ഇതൊക്കെ എന്താണ്? ആഗ്നേയ ശിലകളാണ്. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധന ധാതുവാണ് ഏത്? കൽക്കരി. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധന ധാതുവാണ് കൽക്കരി. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധന ധാതു ഏതാണ്? കൽക്കരിയാണ് കേട്ടോ. കൽക്കരിയാണ്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേറെ തരും. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇതിനെ മാറ്റി കൊടുക്കും. അപ്പൊ ശ്രദ്ധിച്ചു പഠിക്കുക. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധന ധാതു ഏതാണ്? കൽക്കരിയാണ്. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ് കൽക്കരി. ശിലകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ശിലകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെട്രോളജി. എന്താണ്? പെട്രോളജി സിമ്പിൾ ആണ് അല്ലെ? ശിലകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെട്രോളജി എന്നറിയപ്പെടുന്നത്. ശിലകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് എന്ത്? പെട്രോളജി എന്നറിയപ്പെടുന്നത്. പെട്രോളജി. ശിലകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്താണ്? പെട്രോളജി. എന്താണ് പെഡോളജി? അത് മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ? മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. ഓളജി എന്താണ്? ഓളജി വെറും ഇതെന്താണ്? മുട്ട അല്ലെ? ഓളജി മുട്ടയെ കുറിച്ചുള്ള പഠനമാണ്. ഓളജി മുട്ടയെ കുറിച്ചുള്ള പഠനമാണ്. ഒഡെന്റോളജി പല്ലിനെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ? ഡെന്റോളജി അവിടെ ഉണ്ട്. ഒഡെന്റോളജിയാണ് പല്ലിനെ കുറിച്ചുള്ള പഠനം. അതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക കേട്ടോ, പഠനങ്ങളൊക്കെ. ഓക്കെ, ശിലകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെട്രോളജി. ക്ലിയർ അല്ലേ? പെട്രോളജി. ശിലകളിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഘടക വിശേഷങ്ങൾ, പിന്നെ അതുപോലെ തന്നെ പരൽക്രമം, ഘടന, ഉത്ഭവം, കാണപ്പെടുന്ന പ്രദേശം, രൂപമാറ്റം, മറ്റു ശിലകളുമായുള്ള ബന്ധം തുടങ്ങിയ ശിലകളെ കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളെയും കുറിച്ച് പഠനം നടത്തുന്നവരാണ് ആര്? പെട്രോളജിസ്റ്റുകൾ. പഠനം എന്താണ് അറിയപ്പെടുന്നത്? പെട്രോളജി. എന്താണ് പെട്രോളജിസ്റ്റുകൾ? അതായത് ശിലകളിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഘടക വിശേഷങ്ങൾ, പിന്നെ അതുപോലെ തന്നെ പരൽക്രമം, ഘടന, ഉത്ഭവം, കാണപ്പെടുന്ന പ്രദേശം, പിന്നെ രൂപമാറ്റം, മറ്റു ശിലകളുമായുള്ള ബന്ധം തുടങ്ങിയ ശിലകളെ കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളെയും കുറിച്ച് പഠനം നടത്തുന്നവരാണ് ആര്? പെട്രോളജിസ്റ്റുകൾ. ആരാണ്? പെട്രോളജിസ്റ്റുകളാണ് കേട്ടോ. പെട്രോളജി പഠനമാണ് പെട്രോളജി. അടുത്തത്,
കാർബണിന്റെ അളവ് അനുസരിച്ച് കൽക്കരിയെ 4 ഇനങ്ങളായി തരം തിരിച്ചിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ്? ആന്ത്രാസൈറ്റ്, പിന്നെ അതുപോലെ തന്നെ ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്, അതുപോലെ തന്നെ പീറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ആന്ത്രാസൈറ്റ്, പിന്നെ ഒന്ന് ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്, പിന്നെ പീറ്റ്. ഓക്കെ, ഇതിൽ അടങ്ങിയിരിക്കുന്ന കാർബണും കൊടുത്തിട്ടുണ്ട്. കാർബൺ 93.50%, പിന്നെ 84.24%, 72.95%, അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഓരോന്ന് 4 തലംതിരിവ് ഏതൊക്കെയെന്ന് മനസ്സിലാക്കി വെക്കുക. കാർബണിന്റെ അളവ് അനുസരിച്ച് കൽക്കരിയെ 4 ഇനങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. കാർബണിന്റെ അളവ് അനുസരിച്ച് കൽക്കരിയെ 4 ഇനങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ആന്ത്രാസൈറ്റ്, ഒന്ന് ആന്ത്രാസൈറ്റ് ആണ്, പിന്നെ ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്, പിന്നെ ഒന്ന് പീറ്റ് ആണ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരിയാണ് ആന്ത്രാസൈറ്റ്. എന്താണ്? ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരിയാണ് ഏത്? ആന്ത്രാസൈറ്റ്. ഏതാണ്? ആന്ത്രാസൈറ്റ് ആണ് ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി. ഏതാണ്? ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരിയാണ് ആന്ത്രാസൈറ്റ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരിയാണ് ആന്ത്രാസൈറ്റ്. ലോകത്തിലും ഇന്ത്യയിലും ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കൽക്കരി അതേതാണ്? അത് ബിറ്റുമിനസ് ആണ് കേട്ടോ. ലോകത്തിലായാലും ഇനിയിപ്പോ ഇന്ത്യയിലായാലും ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കൽക്കരി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ബിറ്റുമിനസ്. ഏതാണ്? ബിറ്റുമിനസ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരിയാണ് ലിഗ്നൈറ്റ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രാസൈറ്റ് ആണ് കേട്ടോ. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ലിഗ്നൈറ്റ് ആണ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ആന്ത്രാസൈറ്റ് ആണ്. പിന്നെ ലോകത്തിലും ഇന്ത്യയിലും ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കൽക്കരി ഏതാന്ന് ചോദിച്ചാൽ അത് ബിറ്റുമിനസ് ആണ്. കൽക്കരിയുടെ ആദ്യ രൂപമാണ് പീറ്റ്. കൽക്കരിയുടെ ആദ്യ രൂപം ഏതെന്നൊരു ചോദ്യം വന്നാൽ ഏതാണ്? അത് പീറ്റ് ആണ്. ക്ലിയർ അല്ലേ? ഈ 4 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്ന്, ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരിയാണ് ആന്ത്രാസൈറ്റ്. ഇനി ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് നമ്മൾ പഠിച്ചു, അത് ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റ് ലോകത്തായാലും ഇന്ത്യയിലായാലും ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് ബിറ്റുമിനസ് ആണ്. ഏതാണ്? ബിറ്റുമിനസ്. പിന്നെ കൽക്കരിയുടെ ആദ്യ രൂപം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പീറ്റ് ആണ്. ഓക്കെ, പീറ്റ് ആണ് കൽക്കരിയുടെ ആദ്യ രൂപം. കൽക്കരിയുടെ ആദ്യ രൂപമാണ് പീറ്റ്. അപ്പൊ അതുവരെ ക്ലിയർ ആണ്. ഭൂവൽക്കം ശിലകളാൽ നിർമ്മിതമാണ് അല്ലെ? ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂവൽക്കം ശിലകളാൽ നിർമ്മിതമാണ്. ഒന്നോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതമാണ് ശിലകൾ. ഇതൊക്കെ ബേസിക് ആണ്. ഭൂവൽക്കം ശിലകളാൽ നിർമ്മിതമാണ്. പിന്നെ ഒന്നോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതമാണ് എന്ത്? ശിലകൾ. കറുത്ത നിറത്തിലുള്ള ശിലക്ക് ഉദാഹരണമാണ് ഗാബ്രോ. കൃഷ്ണശില എന്നും അറിയപ്പെടുന്നു. ഗാബ്രോ ആണ് കറുത്ത നിറത്തിലുള്ള ശിലക്ക് ഉദാഹരണം. വെള്ള നിറത്ത്, അതായത് വെളുത്ത നിറത്തിലുള്ള ശിലക്ക് ഉദാഹരണം ഏതാണ്? ക്വാർട്സൈറ്റ് ആണ് അല്ലെ? ക്വാർട്സൈറ്റ് ആണ് വെളുത്ത നിറത്തിലുള്ള ശിലക്ക് ഉദാഹരണം. അപ്പൊ കറുത്ത നിറത്തിലുള്ള ശിലക്ക് ഉദാഹരണം ഏതാണ്? ഗാബ്രോ. എന്താണ് അറിയപ്പെടുന്നത്? കൃഷ്ണശില എന്നും അറിയപ്പെടുന്നത് ഗാബ്രോ ആണ് കേട്ടോ. ഗാബ്രോ. കറുത്ത നിറത്തിലുള്ള ശിലക്ക് ഉദാഹരണം ഏതാണ്? ഗാബ്രോ. വെളുത്ത നിറത്തിലുള്ള ശിലക്ക് ഉദാഹരണമാണ് ക്വാർട്സൈറ്റ്. ഇത് രണ്ടും ക്ലിയർ ആണ്. കറുത്ത നിറത്തിലുള്ള ശിലക്ക് ഉദാഹരണം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഗാബ്രോ. കൃഷ്ണശില എന്നും അറിയപ്പെടുന്നു. വെളുത്ത നിറത്തിലുള്ള ശിലക്ക് ഉദാഹരണമാണ് ക്വാർട്സൈറ്റ്. ഏതാണ്? ക്വാർട്സൈറ്റ് ആണ് കേട്ടോ. ഉറപ്പ് കൂടിയ ശിലക്ക് ഉദാഹരണം നമുക്കറിയാം, അത് ഗ്രാനൈറ്റ് ആണ്. ഉറപ്പ് കൂടിയ ശിലക്ക് ഉദാഹരണം ചോദിച്ചത് ഏതാണ്? ഗ്രാനൈറ്റ് ആണ്. ഉറപ്പ് കൂടിയ ശിലക്ക് ഉദാഹരണം ഏതാണ്? ഗ്രാനൈറ്റ് ആണ് ഉറപ്പ് കൂടിയ ശിലക്ക് ഉദാഹരണം. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് തരട്ടെ ഒരു വട്ടം കൂടെ. കറുത്ത നിറത്തുള്ള ശിലക്ക് ഉദാഹരണമാണെങ്കിൽ ഗാബ്രോ, അത് കൃഷ്ണശില എന്നും അറിയപ്പെടുന്നു. വെളുത്ത നിറത്തുള്ള ശിലക്ക് ഉദാഹരണമാണെങ്കിൽ അത് ക്വാർട്സൈറ്റ് ആണ്. ഉറപ്പ് കൂടിയ ശിലക്ക് ഉദാഹരണമാണെങ്കിൽ അത് ഏതാണ്? ഗ്രാനൈറ്റ് ആണ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് കൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾ അത്രയും അത് ആദ്യത്തെ വട്ടം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ വട്ടം പറയുമ്പോഴെങ്കിലും അതിലൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ കറുത്ത നിറത്തിലുള്ള ശിലക്ക് ഉദാഹരണം ഒരു വട്ടം കൂടെ ഗാബ്രോ. വെളുത്ത നിറത്തിലുള്ള ശിലക്ക് ഉദാഹരണം ഏതാണ്? ക്വാർട്സൈറ്റ്. ഉറപ്പ് കൂടിയ ശിലക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്. അപ്പൊ ഇത് മൂന്നും ക്ലിയർ ആയി. ഓക്കെ, ഫെൽസ്പാർ, ക്വാർട്സ് എന്നീ 2 ധാതുക്കളാണ് ശിലകളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നത്. ഓക്കെ, ശിലകളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നത് ഏതൊക്കെയാണ്? ഫെൽസ്പാർ, ക്വാർട്സ് എന്നീ 2 ധാതുക്കളാണ്. ഫെൽസ്പാർ, ക്വാർട്സ് എന്നീ 2 ധാതുക്കളാണ് ശിലകളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നത്. ഏതൊക്കെയാണ് 2 എണ്ണം? ഒന്ന് ഫെൽസ്പാർ, പിന്നെ ഒന്ന് ക്വാർട്സ്. എന്നീ 2 ധാതുക്കളാണ് ശിലകളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നത്. ഏതൊക്കെയാണ്? ഫെൽസ്പാർ, ക്വാർട്സ് എന്നീ 2 ധാതുക്കളാണ്. ഫെൽസ്പാർ, ക്വാർട്സ് എന്നീ 2 ധാതുക്കളാണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു.
ഇനി അടുത്തത് നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഇമ്പോർട്ടന്റ് അല്ലേ? നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വൃക്കയാണ്. വൃക്ക. ഇനി അത് ഡൗട്ട് വരികയാണെങ്കിൽ നമ്മുടെ സ്ഥിരം കണക്ഷൻ എന്നൊക്കെ വെച്ച് നമ്മൾ കണക്ട് ചെയ്യാറുണ്ടല്ലേ? നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇറിന് ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പൊ നെഫ്ര വൃ. ഓക്കെ, ഫ്ര വൃ. അപ്പൊ രണ്ടും തമ്മിലൊരു കണക്ഷൻ അല്ലേ? ഫ്ര വൃ. ഓക്കെ, ഇനി കരൾ പോയിട്ട് ആൻസർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അറിയാതെ പോയി ചിലപ്പോൾ കരളിൽ കുത്തും. കരളല്ല. നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണെന്ന് ചോദിച്ചാൽ ഇനി കൺഫ്യൂഷൻ വരാണ്ട് ആൻസർ ചെയ്യാൻ ഈ ഫ്രായുമായിട്ട് വേറൊരു വാക്കിന് കണക്ഷൻ ഉണ്ടോ നോക്കുക. അത് വൃക്കയിലെ വ്ര എന്നുള്ളതാണ്. വ്ര. ഓക്കെ, അപ്പോ വൃക്കയാണ്. നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വൃക്കയെ ബാധിക്കുന്ന രോഗമാണ്. റിപ്പീറ്റ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? വൃക്കയെ ബാധിക്കുന്ന രോഗമാണ്. വൃക്കയെ ബാധിക്കുന്ന രോഗമാണ്. ക്ലിയർ? നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവമാണ് ഏത്? വൃക്ക. അതൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് അറിയാം അല്ലെ? മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജ അവയവമാണ് വൃക്ക. വൃക്കയുടെ ഗ്ലോമറുലസുകളിൽ ഉണ്ടാകുന്ന നീർവീക്കം. വൃക്കയുടെ ഗ്ലോമറുലസുകളിൽ ഉണ്ടാകുന്ന നീർവീക്കമാണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. വൃക്കയുടെ ഗ്ലോമറുലസുകളിൽ ഉണ്ടാകുന്ന നീർവീക്കം അറിയപ്പെടുന്നതാണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. എന്താണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്? ഈ പേര് പഠിച്ചു വെക്കണം കേട്ടോ. വൃക്കയുടെ ഗ്ലോമറുലസുകളിൽ ഉണ്ടാകുന്ന നീർവീക്കമാണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. കരളിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ് ഒന്ന് ഹെപ്പറ്റൈറ്റിസ്, പിന്നെ കരൾ വീക്കം. കരളിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസും കരൾ വീക്കവും. കരളിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ. വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവും അല്ലെ? നമ്മൾ വൈറസ് രോഗങ്ങൾ പഠിക്കാറുണ്ട് മുമ്പ്. നമ്മൾ ഒരു കോഡിലൂടെ, അത് കാണാത്തവരാണെങ്കിൽ കോഡ് മീൻസ് ആ ക്ലാസ് പോയി കാണാൻ. രോഗകാരികൾ എന്നൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് DYSPക്ക് ജലദോഷം, മച്ചമ്പിക്ക് റുബല്ലയും ജപ്പാൻ ജ്വരവും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഇതിന്റെ വൈറസ് രോഗങ്ങൾ ഫുള്ള് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ പറയുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് ഒരു വൈറസ് രോഗമാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാന ലക്ഷണം കരളിനുണ്ടാകുന്ന വീക്കമാണ് ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാന ലക്ഷണം. എന്താണ്? കരളിന് ഉണ്ടാകുന്ന വീക്കം. വൃക്കകളെ ബാധിക്കുന്ന ചില രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ പഠിച്ചു, നെഫ്രൈറ്റിസ് ആണ് അല്ലെ? നെഫ്രൈറ്റിസ് ഇത് സ്ഥിരം ചോദ്യമാണ് കേട്ടോ. നെഫ്രൈറ്റിസ്. പിന്നെ വൃക്കയിലെ കല്ല്, പിന്നെ യുറീമിയ. ഇതൊക്കെ വൃക്കകളെ ബാധിക്കുന്ന ചില പ്രധാന രോഗങ്ങളാണ്. ഒന്ന് നെഫ്രൈറ്റിസ്, ഏറ്റവും പ്രധാനപ്പെട്ടത്, PSC എപ്പോഴും ചോദിക്കുന്നതും നെഫ്രൈറ്റിസ്. പിന്നെ വൃക്കയിലെ കല്ല്, യുറീമിയ എന്നിവ വൃക്കയിൽ ഉണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ്. ഇനി രോഗം, അതുപോലെ തന്നെ കാരണം, പിന്നെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നും നമുക്ക് നോക്കാം. ഒന്ന് നെഫ്രൈറ്റിസ്. കാരണം എന്താ? അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കം, അതാണ് കാരണം. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? കലങ്ങിയതും കടും നിറത്തോടു കൂടിയതുമായ മൂത്രം, പുറം വേദന, പനി, മുഖത്തും കണങ്കാലിലും വീക്കം. ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. എന്തിന്റെ? നെഫ്രൈറ്റിസിന്റെ ലക്ഷണങ്ങളാണ്. കാരണം അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ്. കലങ്ങിയതും കടും നിറത്തോടു കൂടിയതുമായ മൂത്രം അല്ലെ? കലങ്ങിയതോ അല്ലെങ്കിൽ കടും നിറത്തോടു കൂടിയതുമായ മൂത്രം, പുറം വേദന, പനി, മുഖത്തും കണങ്കാലിലും വീക്കം എന്നിവയൊക്കെ നെഫ്രൈറ്റിസിന്റെ പ്രധാന ലക്ഷണങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ വൃക്കയിലെ കല്ല്. വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടുന്നു. ഇതാണ് കാരണം. ഈ കാരണം കൊണ്ടുണ്ടാകുന്നത്. ഇനി ലക്ഷണങ്ങളോ? അടിവയറ്റില് വേദന തോന്നും അല്ലെ? അടിവയറ്റില് വേദന, മൂത്ര തടസ്സം അല്ലെ? മൂത്രതടസ്സം, പിന്നെ തലകറക്കം, ഛർദി എന്നിവയൊക്കെ ഏതിന് കാരണമാണ്? വൃക്കയിലെ കല്ലിന് കാരണങ്ങളല്ല, ലക്ഷണങ്ങളാണ് കേട്ടോ. ലക്ഷണങ്ങൾ. കാരണം വരികയാണെങ്കിൽ അത് വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടിയിട്ടാണ്. ഈ കാരണം കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. പിന്നെ കാണുന്ന ലക്ഷണങ്ങളാണ് അടിവയറ്റിൽ നമുക്ക് വേദന തോന്നും, അല്ലെങ്കിൽ മൂത്ര തടസ്സം ഉണ്ടാവും, തലകറക്കം, ഛർദി എന്നിവയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഏതിന്റെ ലക്ഷണങ്ങളാണ്? വൃക്കയിലെ കല്ല്. ഓക്കെ, അടുത്തത് യുറീമിയ. പലതരം വൃക്ക രോഗങ്ങൾ, നെഫ്രൈറ്റിസ്, പ്രമേഹം, രക്താതിമർദ്ദം, ഇതൊക്കെയാണ് കാരണങ്ങൾ, യുറീമിയക്കുള്ള കാരണങ്ങൾ. ഇനി ലക്ഷണങ്ങൾ നോക്കാം. ഒന്ന് വിളർച്ച, ശരീരഭാരം കുറയുക, തലകറക്കം, ശ്വാസതടസ്സം, വയറിളക്കം, മൂത്രോൽപാദനം ക്രമേണ നിലയ്ക്കുന്നു. ഓക്കെ,
അപ്പോൾ യുറീമിയയുടെ കാരണം പലതരം വൃക്കരോഗങ്ങൾ ഇതിന് കാരണമായിട്ട് വരും. പലതരം വൃക്കരോഗങ്ങളും പിന്നെ നെഫ്രൈറ്റിസ്, അതായത് നെഫ്രൈറ്റിസ് നമ്മൾ പഠിച്ചു വൃക്കരോഗമാണ്. പിന്നെ പ്രമേഹം, രക്താതിമർദ്ദം. ഓക്കെ, ലക്ഷണങ്ങളാണ് ഒന്ന് വിളർച്ച, ശരീരഭാരം കുറയുക അല്ലെ, ശരീരഭാരം കുറയും, തലകറക്കുണ്ടാവും, ശ്വാസതടസ്സം, വയറിളക്കം, പിന്നെ അതുപോലെ തന്നെ മൂത്രോത്പാദനം ക്രമേണ നിലക്കുന്ന അവസ്ഥ. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഏതിന്റെ? യുറീമിയയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഓക്കെ, അപ്പൊ അതും ഏകദേശം ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണ്. അടുത്തത് നോക്കാം. രക്തപര്യന വ്യവസ്ഥയിലെ തകരാറുകൾ ഏതൊക്കെയാണ്? രക്താതിമർദ്ദം, കൊറോണറി ഡൊമനി രോഗം, പിന്നെ അതുപോലെ തന്നെ ഹൃദ്രോഗ സമയത്തുള്ള നെഞ്ചുവേദന, ഹൃദയസ്തംഭനം, ഇതൊക്കെ രക്തപര്യന വ്യവസ്ഥയിലെ തകരാറുകളായി കണക്കാക്കുന്നത്. ഏതൊക്കെയാണ്? രക്താതിസമ്മർദ്ദം, പിന്നെ അതുപോലെ തന്നെ കൊറോണറി ഡൊമനി രോഗം, പിന്നെ അതുപോലെ തന്നെ ഹൃദ്രോഗ സമയത്തുള്ള നെഞ്ചുവേദന, ഹൃദയസ്തംഭനം, രക്തപര്യന വ്യവസ്ഥയിലെ തകരാറുകൾ. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഇവിടെ ചോദിച്ചിട്ടുള്ളത് തെറ്റായതാണ്. ഞാൻ പറയാറുണ്ട് തെറ്റായതാണോ ശരിയായതാണോ രണ്ടു വട്ടം അതൊന്ന് നോക്കണം. ആദ്യം ചോദ്യം കാണുമ്പോഴും പിന്നെ എല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് കഴിയുമ്പോഴും. ഇനി നോക്കാം. പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു. പിടിച്ചു അത് തെറ്റാണ്. ഓക്കെ, തെറ്റി. ഓക്കെ, അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. അപ്പൊ അവിടെ തെറ്റിട്ട് കൊടുക്കുക. അവിടെ ഒരു തെറ്റ് ഇട്ട് കൊടുക്കുക. അടുത്തത്, പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. എന്താണ്? പിത്തരസത്തിൽ എൻസൈമുകൾ ഉണ്ടോ? ഇല്ല, പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. അപ്പൊ അതൊരു ശരിയാണ്. പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു. പിത്തരസം വിഘടിപ്പിക്കുന്നു, അതുവരെ ഓക്കെ. ഇവിടെ അന്നജത്തെ എന്ന് മാറ്റി അത് കൊഴുപ്പിനെ എന്നാക്കുകയാണെങ്കിൽ ശരിയാവും. പിത്തരസം അന്നജത്തെ അല്ല വിഘടിപ്പിക്കുന്നത്, കൊഴുപ്പിനെയാണ്. അപ്പൊ ഇതും തെറ്റാണ്. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. അതെന്താണ്? അതും ശരിയാണ്. ഓക്കെ, ഇപ്പൊ ശരി 2 കിട്ടി, തെറ്റ് 2 കിട്ടി. ഇനി ഒന്നുകൂടെ നോക്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ്. അപ്പൊ ഇതിൽ തെറ്റായത് ഏതൊക്കെയാണ്? 1, 3 എന്നിവയാണ് തെറ്റ്. ശരിയായതോ 2ഉം 4ഉം. അപ്പൊ തെറ്റായത് 1, 3, തെറ്റായത് 1, 3 ആണ്. അപ്പൊ ആൻസർ കിട്ടി. ഇനി ഇവിടെ ഓപ്ഷൻ തരുമ്പോ സാധാരണ 2, 4ഉം കൂടെ ഓപ്ഷൻ എയിൽ കൊടുക്കും. ഓക്കെ, 2, 4 അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് എന്ത് ചെയ്യും? നമ്മൾ കൊണ്ടുപോയി തെറ്റിക്കും. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് തെറ്റായതാണ്. ഇവിടെ തെറ്റായത് 1ഉം 3ഉം ആണ് കേട്ടോ. ഇപ്പൊ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. എക്സാം ഹോളിൽ ഇത് എപ്പോഴും മൈൻഡിൽ വേണം. തെറ്റായതും ശരിയായതും അങ്ങനെ PSC തരാൻ തന്നെ കാരണം നിങ്ങൾ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ തെറ്റായതും ശരിയായതും ഏതാ ചോദിക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. നേരത്തെ വൃക്കാന്നാണ് കൊടുത്തിരുന്നത്, അതെന്താണ്? തെറ്റാണ് അല്ലെ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. എൻസൈമുകൾ എന്താണ്? ഇല്ല. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ ദഹനത്തെ സഹായിക്കുന്നത് പിത്തരസമാണ്. കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും പിന്നെ ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ ദഹനത്തെ സഹായിക്കുന്നത് പിത്തരസം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? പിത്താശയത്തിലാണ് അല്ലെ. പിത്താശയത്തിലാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം സംഭരിക്കപ്പെടുന്നത് പിത്താശയത്തിലാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം സംഭരിക്കപ്പെടുന്നത് പിത്താശയത്തിലാണ്. പക്വാശയത്തിൽ എത്തുന്ന പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുക്കൾ ഏതൊക്കെയാണ്? ബിലിറുബിൻ, പിന്നെ അതുപോലെ ബിലിവെർഡിൻ. ഓക്കെ, ബിലിറുബിൻ ടെസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിലിറുബിൻ ടെസ്റ്റ് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ടെസ്റ്റുകൾ, രോഗനിർണയ ടെസ്റ്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബിലിറുബിൻ ടെസ്റ്റ്? മഞ്ഞ ബലൂൺ എന്ന കാലമൊക്കെ നമ്മൾ പറഞ്ഞത് അല്ലെ. മഞ്ഞപ്പിത്തം അല്ലെ. ബിലിറുബിൻ ടെസ്റ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? മഞ്ഞപ്പിത്തം. ബിലിറുബിൻ, മഞ്ഞ ബലൂണിന് കണക്ട് ചെയ്യാൻ, ബിലു അങ്ങനെ കണക്ട് ചെയ്യാൻ ബിലിറുബിൻ ടെസ്റ്റ്. പക്വാശയത്തിൽ എത്തുന്ന പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുക്കൾ ബിലിറുബിൻ, പിന്നെ അതുപോലെ തന്നെ ബിലിവെർഡിൻ. പിത്തലവണങ്ങൾ, കൊളസ്ട്രോൾ, ഫോസ്ഫോലിപ്പിഡുകൾ തുടങ്ങിയവയും പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്നു. ക്ലിയർ. പിത്തലവണങ്ങൾ, കൊളസ്ട്രോൾ, ഫോസ്ഫോലിപ്പിഡുകൾ തുടങ്ങിയവയും പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത്, ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം ഏതാണ്?
ലോക ഓസോൺ ദിനം. ഓർമ്മയുണ്ടോ ഓസോൺ ദിനം എന്നാണെന്ന്? ഓസോൺ ഏത് അന്തരീക്ഷ പാളിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ സ്ഥിരം ചോദ്യമാണ്. ഓസോൺ ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ് കേട്ടോ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയർ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ അല്ലെ. രണ്ടാമത്തെ അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സെപ്റ്റംബർ 16 ആൻസർ വരുന്നത് അല്ലെ. ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം ഓൺലി വൺ അല്ലെ, സെപ്റ്റംബർ 16. ഇവിടെ എല്ലാം 16 കൊടുത്തിട്ടുണ്ട് ഡൗട്ട് വരാൻ വേണ്ടിട്ട്. ഓക്കെ, സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ഇത് റിപ്പീറ്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉള്ള ചോദ്യമാണ് കേട്ടോ. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ഓക്കെ, ഓസോൺ വാതകം പുറത്തുവിടുന്ന സസ്യം ഏതാണ്? തുളസിയാണ് കേട്ടോ. തുളസിയാണ് ഓസോൺ വാതകം പുറത്തുവിടുന്ന സസ്യം. ഓസോൺ വാതകം പുറത്തുവിടുന്ന സസ്യം ഏതാണ്? തുളസിയാണ്. അത് പഠിച്ചു വെക്കണേ. ഓസോൺ വാതകം പുറത്തുവിടുന്ന സസ്യം ഏതെന്നൊരു ചോദ്യം വരും. അതേതാണ്? തുളസിയാണ്. ക്യാൻസർ ദിനം എന്നാണെന്നൊന്ന് അറിഞ്ഞു വെച്ചോ. ഫെബ്രുവരി 4. അത് റിപ്പീറ്റിംഗ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് ഫെബ്രുവരി 2. എന്താണ്? ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2. ഡിസംബർ 1 എയ്ഡ്സ് ദിനം. ഡിസംബർ 1 എയ്ഡ്സ് ദിനം. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ഏപ്രിൽ 17 എന്ത്? ഏപ്രിൽ 17 ഹീമോഫീലിയ ഡേ ആണ് അല്ലെ. ഏപ്രിൽ 17 ഹീമോഫീലിയ ഡേ. ക്രിസ്മസ് രോഗം, രാജകീയ രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഹീമോഫീലിയാണ്. ക്രിസ്മസ് രോഗം എന്നും രാജകീയ രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് ഹീമോഫീലിയ ആണ്. ഹീമോഫീലിയ. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ചോദ്യം വന്നത് ഏതാണ്? ക്ഷയമാണ് കേട്ടോ. ക്ഷയമാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ക്ഷയരോഗ ദിനം എന്നാണ്? നമ്മൾ വനജയുടെ കാലിൽ ക്ഷയം എന്നൊരു കോഡ് പഠിച്ചത് ഓർമ്മയുണ്ടോ? വനജയുടെ കാലിൽ ക്ഷയം. ഇതൊന്ന് ഓർത്തു വെക്കണേ. വനജയുടെ കാലിൽ ക്ഷയം. ഓക്കെ, മാർച്ച് തൊട്ടുകളാണ്. മാർച്ച് 21 തൊട്ടുകളാണ് വനജയുടെ കാലിൽ ക്ഷയം. മാർച്ച് 21 എന്താണ്? വനദിനം. 21 വനദിനം. 22 ജയ. ഓക്കെ, ജലദിനം. ജലദിനം. ഓക്കെ, വനജയുടെ കാലിൽ. പിന്നെ 22 കഴിഞ്ഞ് 23 എന്താണ്? കാലാവസ്ഥാ ദിനം. 23 കാലാവസ്ഥാ ദിനം. കാലിൽ എന്നത് കാലാവസ്ഥ. 24 എന്ത്? ക്ഷയരോഗ ദിനം. 24 ക്ഷയരോഗ ദിനം. അപ്പൊ ക്ഷയരോഗ ദിനം എന്നാണ്? മാർച്ച് 24. നമ്മുടെ കോഡ് എന്താണ്? വനജയുടെ കാലിൽ ക്ഷയം എന്നതാണ് കോഡ് കേട്ടോ. വനജയുടെ കാലിൽ ക്ഷയം എന്ന കോഡ് പഠിച്ചാൽ ഇത്രയും ഡേറ്റ് കിട്ടും. മാർച്ച് 21 എന്താണ്? വനദിനം, ജലദിനം, കാലാവസ്ഥാ ദിനം, പിന്നെ ക്ഷയരോഗ ദിനം. 21 വനദിനം, 22 ജലദിനം, 23 കാലാവസ്ഥാ ദിനം. കാലിൽ എന്നത് കാലാവസ്ഥാ ദിനം, 24 ക്ഷയരോഗ ദിനം. ഇതുവരെ എന്തായാലും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. എന്നാണ്? ഫെബ്രുവരി 2. ഫെബ്രുവരി 2 ഈ ഡേറ്റ് പഠിച്ചു വെക്കണേ. ഫെബ്രുവരി 2. പിന്നെ ഡിസംബർ 10 സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10 അല്ലെ. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. അതും റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഈ ഡേറ്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദ്യം വന്ന ഏതാണ്? അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. അന്തരീക്ഷ പാളികളിൽ ചോദ്യം വരാൻ ചാൻസ് ഉള്ള കുറച്ചെണ്ണം പറഞ്ഞുതരാം. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദ്യം വന്ന അതേതാണ്? അത് ട്രോപ്പോസ്ഫിയർ ആണ് കേട്ടോ. ട്രോപ്പോസ്ഫിയർ ആണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദ്യം വരും. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത് എന്നൊക്കെ ചോദ്യം വരും. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ പാളി ഏത് എന്നൊക്കെ ചോദ്യം വരും. ഇതൊക്കെ ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ് കേട്ടോ. ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ പോയിന്റ് എന്തായാലും അതിലുണ്ടാവും. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ അന്തരീക്ഷ പാളി, ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി, മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി, ഇതൊക്കെ ഏതാണ്? ഇതൊക്കെ ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ആദ്യത്തെ അന്തരീക്ഷ പാളി ആയിട്ടുള്ള ട്രോപ്പോസ്ഫിയർ. അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ. അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, സ്ട്രാറ്റോസ്ഫിയർ. ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഉയരം കൂടുന്തോറും എന്താണ്? നമുക്കറിയാം, നമ്മൾ ഉയരത്തിലേക്ക് പോകുന്തോറും, നമ്മൾ ഊട്ടിയിലേക്കും കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താണ്? തണുപ്പ് കൂടുന്നുണ്ട്. അപ്പൊ ഉയരം കൂടുന്തോറും എന്താണ്? നമ്മുടെ എന്ത് കുറയും? താപം കുറയും അല്ലെ. ഊഷ്മാവ് കുറയും. ഓക്കെ, ഊഷ്മാവ് കുറയും അഥവാ
തണുപ്പ് കൂടും എന്ന് ആലോചിച്ച് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഊഷ്മാവ് കുറയാണ് ചെയ്യുക ഉയരം കൂടുന്തോറും. അപ്പൊ മല കയറുന്നതൊക്കെ ആലോചിച്ചാൽ മതി. അപ്പൊ നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? തണുപ്പ് കൂടും. അപ്പൊ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയും. ഓരോ 165 മീറ്ററിനും ഓരോ 165 മീറ്റർ നമ്മൾ മുകളിലേക്ക് പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് കുറഞ്ഞു വരിക. അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അത് ക്ലിയർ. അപ്പൊ ഇവിടെ ഉയരം കൂടുന്തോറും എന്ത് ചെയ്യും? ഊഷ്മാവ് കുറയും. അപ്പൊ അടുത്തതിൽ എത്തുമ്പോഴോ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കൂടും. അതിന്റെ തൊട്ടടുത്തത് സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞാൽ മിസോസ്ഫിയർ ആണ്. അവിടെ ഇതേപോലെ തന്നെ ഉയരം കൂടുന്തോറും എന്ത് ചെയ്യും? ഊഷ്മാവ് കുറയും, അതായത് തണുപ്പ് കൂടും. ഏറ്റവും തണുപ്പ് കൂടിയ അന്തരീക്ഷപാളി അല്ലെങ്കിൽ ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞ അന്തരീക്ഷപാളി എന്നൊരു ചോദ്യം വന്നാൽ അതേതാണ്? മിസോസ്ഫിയർ ആണ് കേട്ടോ. മിസോസ്ഫിയർ പഠിച്ചു വെക്കണേ. മിസോസ്ഫിയർ ആണ് ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞ അന്തരീക്ഷപാളി. അപ്പൊ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, പിന്നുള്ളതാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ ഓക്കെ, തെർമോസ്ഫിയർ ആണ് പിന്നുള്ളത്. തെർമോ ഓക്കെ, തെർമോ. ഈ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്നതാണ് അയണോസ്ഫിയർ. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയറിലാണ്. അതും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷപാളി എന്ന് ചോദ്യം വന്നാൽ അതേതാണ്? അത് തെർമോസ്ഫിയർ ആണ് കേട്ടോ. തെർമോസ്ഫിയർ ആണ് ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷപാളി. ഓക്കെ, ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷപാളി ഏതാണ്? തെർമോസ്ഫിയർ ആണ്. അപ്പൊ ട്രോപ്പോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? ഊഷ്മാവ് കുറയും, അതായത് തണുപ്പ് കൂടും. അടുത്തത് വരുമ്പോൾ സ്ട്രാറ്റോസ്ഫിയർ വരുമ്പോൾ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കൂടി വരികയാണ് ചെയ്യുക. അടുത്തത് മിസോസ്ഫിയറിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എന്താണ്? തണുപ്പാണ് അനുഭവപ്പെടുക. അതിന്റെ അടുത്തത് ഇതുപോലെ തന്നെ നല്ല ചൂടാണ്. അപ്പൊ ഏറ്റവും തണുപ്പ് കൂടിയത് അല്ലെങ്കിൽ ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞത് മിസോസ്ഫിയറും ഏറ്റവും ഊഷ്മാവ് കൂടിയത് എന്ന് ചോദ്യം വന്നാൽ അത് തെർമോസ്ഫിയറുമാണ്. പിന്നെ ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷപാളി ഏതാന്ന് വെച്ചാൽ അത് മിസോസ്ഫിയർ ആണ് കേട്ടോ. ഏതാണ്? ഉൽക്കകളിൽ നിന്നും അല്ലെ, ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷപാളിയാണ് മിസോസ്ഫിയർ. ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞ അന്തരീക്ഷപാളിയാണ് മിസോസ്ഫിയർ. തെർമോസ്ഫിയർ ആണ് ഏറ്റവും ഊഷ്മാവ് കൂടിയ അന്തരീക്ഷപാളി. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് അല്ലെ. അപ്പോ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയി. ഓക്കെ, പിന്നെ ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത എന്നൊക്കെ ചോദ്യം വന്നാൽ അതും സ്ട്രാറ്റോസ്ഫിയർ ആണ് കേട്ടോ. സ്ട്രാറ്റോസ്ഫിയർ ആണ് ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത എന്നുള്ളതും മനസ്സിലാക്കി. ഓക്കെ, ഇത്രയും ബേസിക് ആയിട്ട് എന്തായാലും ഒന്ന് അറിയാം. അപ്പൊ ഓസോൺ ദിനം കിട്ടി. ഓസോൺ വാതകം പുറത്തുവിടുന്ന സസ്യം ഒക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അടുത്തത് നോക്കാം. അന്തരീക്ഷത്തിൽ ഏകദേശം 20 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ സൂര്യരശ്മികളിലെ അൾട്രാ വയലറ്റ് കിരണങ്ങൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു. അങ്ങനെ ഏക ആറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ രൂപപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത്, ഏക ആറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് 3 ആറ്റമുള്ള ഓസോൺ വാതകം രൂപം കൊള്ളുന്നു. ഈ പ്രക്രിയ അറിയപ്പെടുന്നതാണ് ഓസോണീകരണം അല്ലെ. ഓസോണീകരണം എന്നറിയപ്പെടുന്നു. ക്ലിയർ ആയോ? അന്തരീക്ഷത്തിൽ ഏകദേശം 20 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ സൂര്യരശ്മികളിലെ അൾട്രാ വയലറ്റ് കിരണങ്ങൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു. അങ്ങനെ ഏക ആറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ രൂപപ്പെടുന്നു. ഏക ആറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് 3 ആറ്റമുള്ള ഓസോൺ വാതകം രൂപം കൊള്ളുന്നു. ഈ പ്രക്രിയ അറിയപ്പെടുന്നത് ഓസോണീകരണം. അത്രേ ഉള്ളൂ. അന്തരീക്ഷത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഒരു പാളിയായി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ ഇതിനെ ഓസോൺ പാളി എന്ന് പറയുന്നു. അന്തരീക്ഷത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ, അതായത് ഏത് അന്തരീക്ഷ പാളിയിൽ? സ്ട്രാറ്റോസ്ഫിയറിൽ ഉയർന്ന ഭാഗങ്ങളിൽ ഒരു പാളിയായി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ ഇതിനെ ഓസോൺ പാളി എന്ന് പറയുന്നു. ഓസോൺ പാളി എന്ന് പറയുന്നു. അടുത്തത്, ഓസോൺ പാളി സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാ വയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അല്ലെ. അത് നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട്. ഓസോൺ പാളി എന്താണ് ചെയ്യുന്നത്? നമ്മളെ അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട്. റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷണറുകൾ, വിവിധ തരം പെയിന്റ്, അഗ്നിശമന വാതകങ്ങൾ തുടങ്ങിയവയിൽ നിന്നും വമിക്കുന്ന ക്ലോറോഫ്ലോറോ കാർബണുകൾ ഹാലോൺ പോലുള്ള വാതകങ്ങൾക്ക് ദീർഘകാലം അന്തരീക്ഷത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കാൻ ശേഷിയുണ്ട്. റെഫ്രിജറേറ്ററുകൾ, എയർ AC, പിന്നെ വിവിധ തരം പെയിന്റ്, അഗ്നിശമന വാതകങ്ങൾ തുടങ്ങിയവയിൽ, അഗ്നിശമന വാതകങ്ങൾ നമ്മൾ അഗ്നിശമന മാധ്യമങ്ങൾ നമ്മൾ ഫയർമാൻ്റെ എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ അതിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ക്ലോറോഫ്ലോറോ കാർബണുകൾ അല്ലെ. ക്ലോറോഫ്ലോറോ കാർബണുകൾ നിർത്തലാക്കിയതാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോൺട്രിയൽ ഉടമ്പടി, അങ്ങനെ പലതിനെ പറ്റിയിട്ട് അവിടെ പഠിക്കാണ്ട്. ഓക്കെ, ഹാലോൺ പോലുള്ള വാതകങ്ങൾക്ക് ദീർഘകാലം അന്തരീക്ഷത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കാൻ ശേഷിയുണ്ട്.
ഉയർന്ന വിതാനങ്ങളിലേക്ക് എത്തുന്ന ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള UV കിരണങ്ങളാൽ വിഘടിച്ച് ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായി മാറ്റപ്പെടുന്നു. എന്താണ്? ഉയർന്ന വിതാനങ്ങളിലേക്ക് എത്തുന്ന ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള UV കിരണ അൾട്രാ വയലറ്റ് കിരണങ്ങളാൽ വിഘടിച്ച് ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായി മാറ്റപ്പെടുന്നു. ഓരോ ക്ലോറിൻ ആറ്റത്തിനും 100,000-ഓളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ളതായി കണക്കാക്കുന്നു. ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ബ്രോമിന് ക്ലോറിന്റെ 40 മടങ്ങ് ശേഷിയുണ്ട്. അതും മനസ്സിലാക്കുക. ഓരോ ക്ലോറിൻ ആറ്റത്തിനും 100,000-ഓളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ളതായി കണക്കാക്കുന്നു. ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ബ്രോമിന് ക്ലോറിന്റെ 40 മടങ്ങ് ശേഷിയുണ്ട് എന്നതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്രയുള്ളൂ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ. ഓസോൺ വാതകം, അതായത് ഓസോൺ വാതകവും അതുപോലെ തന്നെ ഓസോൺ പാളി, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് അന്തരീക്ഷ പാളികൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമായിട്ട് വരുന്നതാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് കുറച്ച് സയൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഞാൻ വേറെ സംഭവം കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വേറെ കുറച്ച് അതായത് നിങ്ങൾക്കായിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടി വേറൊരു ഭാഗം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതിന്റെ നോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിന്റെ ക്ലാസ് അടുത്തത് മുതൽ ഇനി അതിന്റെ ക്ലാസ് ഉണ്ടാവും. ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ആയിട്ടാണ് വരുന്നത്. അതായത് ഇത് PYQ ആണ്. PYQ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇനിയും വരാൻ സാധ്യത ഉള്ളതും അതുമായി ബന്ധപ്പെടുത്തിയതൊക്കെയാണ് ഇപ്പൊ പഠിച്ചു പോകുന്നത്. അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതും ഇതിന്റെ ഇടയിൽ കൂടെ ഇനിയും കൊണ്ടുവരാം PYQs. പക്ഷെ വേറെ സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയത് കൊണ്ട് ഇനി അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് സെലക്ട് ചെയ്ത വേറെ സോഴ്സിൽ നിന്ന് എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ നിന്നാണ് PSCയും ചോദ്യം എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തിയ മറ്റ് അനുബന്ധ വിവരങ്ങളൊക്കെ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിച്ചു പോവാം. അപ്പൊ മുമ്പുള്ള ക്ലാസ്സുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഏകദേശം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതൊക്കെ പലർക്കും ഉപകാരപ്പെടുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുമ്പെടുത്ത ക്ലാസ്സും ധൈര്യമായിട്ട് കണ്ടോളൂ. നിങ്ങൾക്ക് വേണ്ടി അത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഓരോന്നും എപ്പോഴും റിവിഷൻ ചെയ്യാം കേട്ടോ. ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ചിലത് ടഫായി തോന്നുമ്പോൾ അതിനൊന്ന് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അത് എളുപ്പമായിക്കോളും. പിന്നെയും പറയുമ്പോൾ ബ്രെയിന് തോന്നും ഇതെന്തോ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് വിചാരിച്ച് ബ്രെയിനും അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മളോടൊപ്പം നിൽക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിക്കോളും. ഓക്കെ, അപ്പോൾ ടഫാണെന്ന് വിചാരിച്ച് വിട്ട് കളയാതെ അതിനെയും പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തുകയാണ്. പിന്നെ LDC LGS കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്പറിൽ മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് 2 കോഴ്സിന്റെയും വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കണ്ട് കോഴ്സിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. പിന്നെ ഓഗസ്റ്റ് 14, 15, 16 ദിവസങ്ങളിൽ നമുക്ക് ഓഫർ ഉണ്ട്. അപ്പോൾ ഓഫർ പ്രൈസിൽ എത്രയും പെട്ടെന്ന് ജോയിൻ. മറ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ അതിൽ പറയുന്ന സ്റ്റെപ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് വരിക. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തുകയാണ്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.